നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഇതെല്ലാവരും ചെയ്യുന്നില്ല. കാറിൽ പോയി ആരിലൊക്കെ തട്ടിക്കൊണ്ടുപോയി ഇതൊക്കെ എപ്പോഴും നടക്കുന്നല്ലേ? നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാം. എന്നെ പീടി കൊണ്ടുപോകുന്നടാ. ആരിലത് വാടാ, എന്നെ പീടി കൊണ്ടുപോടാ. നില്ല്. ഇത് കുറ്റം എന്നാണെന്ന് പറയണ്ടേ? സാറേ, ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറന്റ് വേണം. വാറന്റ് ഉണ്ടോ സാറിന്റെ? സാറേ, പീഡിയല്ല, വാറന്റ്. ഇപ്പൊ പുള്ളി ഇവിടെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് സാറിന് പീഡിയിക്കാതിരിക്കുവാണോ? അതില്ലാണ്ടാണോ ഇതെന്തോ കയറ്റിക്കൊണ്ടൊക്കെ പോണേ? ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട്. ഞാൻ വിളിച്ചാ പറന്നു വരും അവൻ. അല്ല, ഇത് നരിയല്ലേ? എന്റെ പേര് ജൂഡഗോപാൽ വക്കീല. സാറേ, എന്റെ പ്രതി എന്ത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? അതൊന്ന് അറിഞ്ഞാ കൊള്ളാം. സുഹൃത്തെ, ഇവിടുത്തെ ഒരു നിയമം വെച്ച് പബ്ലിക് പ്ലേസിൽ മാസ്ക് ഇട്ടിരിക്കുന്നത് വലിയൊരു കുറ്റകരമാണ്. ഇത് പോലീസിനെ കാണുമ്പോ ഓടുന്നത് മറയ്ക്കാൻ ഓടുന്നതായിട്ട് പോലീസുകാരുടെ കണക്കാകത്തുള്ളൂ. സാറേ, മനസ്സിലായോ? സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ പ്രതിക്ക് ഫേക്കാണ് സാറേ, ഇത് അഡ്വക്കേറ്റ് ഫേക്കാണ്. കാരണം ഒരു അഡ്വക്കേറ്റും സ്വന്തം ക്ലയന്റിനെ പ്രതിന്ന് സംഭവം ചെയ്തിട്ടില്ല. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെയാണെ ഓക്കെ. നിങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ട് ചുമ്മാ ടേസ്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റും. ആളുടെ ഇടയ്ക്കൊന്നും സംസാരിച്ചില്ല. നീ എന്തിനു ഇതിട്ടിരിക്കുന്നതെന്ന്. നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ഒരു റോബറിയോ എന്തോ ഒരു കാര്യം ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ടെസ്റ്റ് കാരണം എന്റെ പ്രതിക്ക് എന്തോ ഇത് ചെയ്യേണ്ട വന്നു, മാസ്ക് ഇടേണ്ട വന്നു. അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ കുഴപ്പമല്ലേ? പോരാത്തതിന് പൊതു സ്ഥലത്ത് നിന്ന് വലിച്ചടച്ചോണ്ട് പോകുന്നു. പ്രോപ്പറായിട്ട് ഒരു കാറിൽ പോലും അല്ല. ഒരു ട്രീറ്റ് ചെയ്യേണ്ട ഒരു പ്രതിയാണെങ്കിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഇങ്ങനെയാണോ? വലിച്ചടച്ചോണ്ടൊക്കെയാ പോകുന്നത്. ഇതൊക്കെ മോശമല്ലേ? IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഇവിടുത്തെ പീഡിയില്ലേ സ്ഥിരമായിട്ടൊരു പോലീസ് അല്ല. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിയിടിക്കും. നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്തോ. ഞാനേ പള്ളിയിലച്ഛനല്ല, പോലീസുകാരനാണ്. അപ്പൊ പിന്നെ പ്രതിക്ക് കിട്ടേണ്ട കൺസിഡറേഷൻ ഇവിടെ കിട്ടൂല. ജനവാദത്തിന് പോലീസാണെ പറഞ്ഞിട്ട് കാര്യമുണ്ടേ. സാറേ, ഈ മോത്ത് ഇട്ടിരിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ഈ കണ്ണും മൂക്കും മാത്രം തൊള്ളാനുള്ള സാധനത്തിന്റെ പേരെന്താ? സാറേ, ഇതിന്റെ പേര് ഇത് മാസ്ക്. സാറേ, ഒന്നാമത്തെ കാര്യം പകൽ സമയത്ത് വഴി എനിക്ക് നല്ല പോലെ കാണാം മൂക്ക്. നിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ വെയിലത്തിറങ്ങരുത്, വെയില് കാണിച്ചു കഴിഞ്ഞാൽ തീരുമെന്നാ പറഞ്ഞത്. അങ്ങനാണെങ്കിൽ മാസ്കിന് പകരം കാർ ഹെൽമെറ്റ് ചേർത്തോ? ഓക്കെ സാറേ, സാറിന് അറിയാത്തോണ്ട് സാറിനെ വെറുതെ വരാം. ഒറ്റ കാര്യം, സാറിനെ ചെക്ക് ചെയ്തിട്ട് സാറിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ അല്ലെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ സാറിനെ ചെറിയൊരു ഫൈനായിട്ട് വെറുതെ വിടാം. എല്ലാരും വിളിച്ചു. അമ്പോ, ഇത് നിരപരാധിയല്ലേ, ഇത് കലവറയാണ്. കള്ളത്തരങ്ങളുടെ കലവറ. സാറേ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ചേട്ടൻ കുറച്ച് ഇല്ലീഗൽ ആളാ. അപ്പൊ പോലീസ് പിടിക്കാൻ വന്ന സമയത്ത് സാറേ, ഇതിനൊരു അന്ത്യമില്ലേ സാറേ? ഞാനേ ഇത്രയൊന്നും പ്രതീക്ഷിച്ചു. ഇതിനൊരു അന്ത്യമില്ലല്ലോ സാറേ. വലിച്ചഴിച്ചോണ്ട് പോയ തെറ്റാണ്, സമ്മതിച്ചു. അതിനുള്ള ഫൈൻ ഞാൻ ഈ വലിച്ചഴിച്ചോണ്ട് പോയ പോലീസിന് കൊടുത്തോളാം. ഞാൻ ഹരിശ്വരം നിർത്തിട്ട് തല്ലിയ സാധനം ഒരിക്കൽ ചിലപ്പം വായുണ്ട്, വെളിച്ചമില്ല, സൂര്യപ്രകാശമില്ല. അതൊരിക്കും എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. ഓക്കെ. ഓഹോ, വെളുത്ത മുടി, ഇത്രയും പ്രായമായിട്ട് ചേട്ടന്റെ ചെറിയ കഷ്ടം. ബോഡി ഷേമിങ് ഞാൻ ലൈവിടും. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വീഡിയോ വന്നപ്പോൾ നമുക്കൊരു ദുരനുഭവം ഉണ്ടായി. നമ്മൾ ഇവിടുത്തെ PD ഓഫീസർ ആണെങ്കിൽ നമ്മുടെ എന്റെ കക്ഷിയായ KLV ബാറ്റിനെ ബോഡി ഷേമിങ് ഈ കാക്കി ഡ്രസ് ഇട്ടിരിക്കുന്ന കുറ്റവാളി സാറേ ഇപ്പൊ ബോഡി ഷേമിങ് ചെയ്തു. ഇത് ശരിയാണോ? പ്രതിനെ വെറുതെ വേണ്ട, പ്രതിനെ വെറുതെ ഇടാൻ പറ്റത്തില്ല. കാരണം ഇല്ലീഗൽ പിടിച്ചാണല്ലോ. ഇവിടെ ചെറിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ഇല്ലീഗൽ ഐറ്റത്തിനാണ് 10 കമ്മ്യൂണിറ്റി. പുള്ളിയുടെ ക്രാക്ക് ഉണ്ട്, മെത്ത് ഉണ്ട്, JT മണി ഉണ്ട്, M4 ഉണ്ട്. 40 കമ്മ്യൂണിറ്റിയാണ് കിട്ടേണ്ടത്. പക്ഷേ
ലോയർ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു 8 കമ്മ്യൂണിറ്റി ആക്കി ആക്കാം. 8 കമ്മ്യൂണിറ്റി. ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? 6 കമ്മ്യൂണിറ്റി. ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. എന്നാലും ഐഡിയ പറ. കാരണം കൊണ്ട് പോയി ചെയ്യൂ, സന്തോഷമായി വീട്ടിൽ പോയി വീട്ടിൽ ചെയ്യരുത്. ചേട്ടനോട് മര്യാദ കിടക്കാൻ പറഞ്ഞാൽ ചേട്ടന് ഇതേപോലെ ആർക്കൊക്കെ ഇടയ്ക്കേണ്ടി വരും. അല്ല എത്ര കേസ് മൂഞ്ചി പോയിട്ടുണ്ടെന്ന് അറിവിട്ട് വാ. ഒരു കാര്യം പറയട്ടെ, ഞാൻ കേസ് വായിച്ചിരിക്കുന്ന ഒന്നിനും ആൾക്കാർ രക്ഷപ്പെട്ടിട്ടില്ല. അതാണ് ട്വിസ്റ്റ്.